മനുഷ്യൻ എന്ന് പറയുന്നത് രണ്ട് സംഗതികൾ ചേർന്നതാണ്. ഒന്ന് അവൻ്റെ ശരീരമാണ്, ജസദാണ്. ജസദുണ്ടായത്, ശരീരമുണ്ടായത് മണ്ണിൽ നിന്നാണ്. മനുഷ്യനെ മണ്ണിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്, ഭൂമിയിൽ നിന്നാണ്. എന്നാൽ അത് മനുഷ്യനായി മാറിയത് എപ്പോഴാന്ന് ചോദിച്ചാൽ അതിൽ റൂഹ് ഊതപ്പെട്ടപ്പോഴാണ്, ആത്മാവ് പ്രവേശിപ്പിക്കപ്പെട്ടപ്പോഴാണ്. ആ ജസദിൽ, ആ ശരീരത്തിൽ ആത്മാവ് പ്രവേശിപ്പിച്ചപ്പോഴാണ് അത് മനുഷ്യനായി മാറുന്നത്. എന്നാൽ റൂഹ് എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്ന് വന്നതല്ല, അത് ആകാശത്ത് നിന്ന് ഇറങ്ങിയതാണ്, അത് അള്ളാഹുവിൽ നിന്ന് ഇറങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൽ നിന്ന് ഇറങ്ങിയ ആ റൂഹും ഭൂമിയിൽ നിന്നുണ്ടായ ശരീരവും, അത് രണ്ടിൻ്റെയും സൃഷ്ടിപ്പ് അള്ളാഹു തന്നെയാണ്. അത് രണ്ടും സമഞ്ജസമായി ചേർന്നതാണ് നഫ്സ് എന്ന് നമ്മൾ പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ ആ മനുഷ്യൻ എന്ത് ചെയ്യണം, എന്തു ചെയ്യരുത്, എന്ത് ചിന്തിക്കണം, എന്ത് ചിന്തിക്കരുത്, എന്തു പറയണം, എന്തു പറയരുത് എന്ന് തീരുമാനിക്കുവാൻ മനുഷ്യന്റെ പരിമിതമായ പഞ്ചേന്ദ്രിയങ്ങൾക്കകത്തു നിന്നുകൊണ്ടുള്ള വിവരങ്ങൾ കൊണ്ട് സാധ്യമേ അല്ല. അവന് ദിശാബോധം ലഭിക്കണമെങ്കിൽ, അവന് നേർരേഖ കാണിച്ചു കൊടുക്കണമെങ്കിൽ അത് അവനെ സൃഷ്ടിച്ച സ്രഷ്ടാവിൽ നിന്ന് വഹയ് മുഖേന കിട്ടുന്ന വിവരങ്ങൾ വെച്ചുകൊണ്ടേ അവന് മുന്നോട്ട് പോകാൻ കഴിയും. കാണാൻ കണ്ണ് മാത്രം പോരാ, മതിയോ? കാണാൻ കണ്ണ് മാത്രം പോരാ, ലൈറ്റ് കൂടി വേണം, വെളിച്ചം കൂടി വേണം. വെളിച്ചം കൂടി ഉണ്ടാകുമ്പോഴാണ് എൻ്റെ കണ്ണുകൊണ്ട് കാണേണ്ടത് എനിക്ക് കാണാൻ കഴിയുകയുള്ളൂ, അല്ലേ? അതേപോലെ മനുഷ്യന് ബുദ്ധിയുണ്ട്. പക്ഷെ ആ ബുദ്ധി കൊണ്ട് മനുഷ്യന് ചിന്തിക്കേണ്ടത് ചിന്തിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ വഹയിൻ്റെ പ്രകാശം അവന് വളരെ അനിവാര്യമാണ്. ആ വഹയിൻ്റെ പ്രകാശം കിട്ടുമ്പോൾ മാത്രമേ മനുഷ്യന് ചിന്തിക്കേണ്ടത് ചിന്തിക്കാനും ചെയ്യേണ്ടത് ചെയ്യാനും യഥാർത്ഥത്തിൽ കഴിയുകയുള്ളൂ.